അന്തരിച്ച നടൻ ഇന്നസെന്റിന് വിട നൽകി സാംസ്കാരിക കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിലെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, എങ്ങനെയാണ്? അനീഷ ആന്റണിയാണ് ഇപ്പോൾ ചേരുന്നത്. അനീഷ, എങ്ങനെയാണ് പ്രിയ നടന് മലയാള സിനിമാ ലോകം, കലാലോകം വിട നൽകിയത്? ഫിജി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽസ് പള്ളി സെമിത്തേരിയിൽ നടന്നത്. രാവിലെ വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിലാപയാത്രയായിട്ടാണ് മൃതദേഹം പള്ളിയിൽ എത്തിച്ചത്. പള്ളിയിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിലും സഹകാർമ്മികനായി പങ്കെടുത്തു. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിലേക്കായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇവിടെ സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒരു നോക്ക് അവസാനമായി കാണാനും എത്തി. സെമിത്തേരിക്ക് പുറമെ ആളുകളുടെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം തന്നെയായിരുന്നു. സെമിത്തേരിക്ക് അകത്തേക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചത്. മാധ്യമപ്രവർത്തകർ, പോലീസ്, അതേപോലെ സിനിമാ രംഗത്തെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായി, അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവർക്ക് മാത്രമായിരുന്നു സെമിത്തേരിക്ക് അകത്തേക്ക് പ്രവേശനം നൽകിയത്. മന്ത്രിമാരായ ആർ ബിന്ദു, വാസവൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ CPM നേതൃത്വം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതൃത്വം, BJP ജില്ലാ പ്രസിഡന്റ്, അതുപോലെ സിനിമാ മേഖലയിൽ നിന്നും ദിലീപ്, നടി കാവ്യ മാധവൻ, അതുപോലെ ജോജു ജോർജ് ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരും സിനിമാ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന് അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഒടുവിൽ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പോലീസിന്റെ, സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകി. തുടർന്നായിരുന്നു മൃതദേഹം കല്ലറയിലേക്ക് എടുത്ത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസും അതുപോലെ പേരക്കുട്ടികൾ ഉൾപ്പെടെ കരഞ്ഞ് തളർന്ന ഒരു അവസ്ഥയായിരുന്നു. ദുഃഖം അടക്കാനാവാതെ നാടും അതേ സമാന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ സെമിത്തേരി ഗേറ്റിന് അപ്പുറത്ത് കാത്ത് തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നു. ദൃശ്യങ്ങൾ എല്ലാവരുടെയും കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും കുടുംബാംഗങ്ങളുടെ തേങ്ങലുകളും ബന്ധുമിത്രാദികളുടെ തേങ്ങലുകളും എല്ലാം കൊണ്ട് കണ്ണീരിലാഴ്ത്തിയായിരുന്നു അദ്ദേഹം വിട പറഞ്ഞത്. നാട് ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയാണ് അദ്ദേഹം വിട പറഞ്ഞത്. 11 മണി 11:30 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി. തുടർന്ന് ഇനി അടുത്ത ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ആ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കും. ഫിജി. മനീഷ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നസെന്റിന്റെ നാടിന് അന്ത്യാഞ്ജലി.